ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 11. ഇന്നൊരു കിഡിലം എപ്പിസോഡായിരിക്കും ഗൈസ്. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ക്രിസ്മസ് പ്രോഗ്രാമിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുമാത്രമല്ല, നമുക്കിന്നൊരു കിഡിലം ഗസ്റ്റ് ഉണ്ട്. കിഡിലം ഗസ്റ്റ് എന്ന് വെച്ചാൽ പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു വലിയ ഫിലോസഫറാണ്. ഡിഗ്രി ഫിലോസഫി ചെയ്തു, PG ഫിലോസഫി ചെയ്തു, PhD ഇനി ഫിലോസഫി ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പറയാണെങ്കിൽ ഒരുപാട് പറയണം. അപ്പം അതെല്ലാം പറയണ്ട. അപ്പം ഞാൻ വലുതായിട്ട് ലാഗ് ചെയ്തില്ല. വേറെ ആരുമല്ല ഗൈസ്, ഡാനിയാണ്. ഡാനി ഹെറിക് പെരേര. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമ്മാ ട്രോളൊക്കെ ഇടുന്ന പുള്ളിയെ ഒക്കെ ട്രോൾ ഇടാറുണ്ട്. യെസ്, വലിയൊരാളാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച്. യെസ്, ഓവർ ടു ഡാനി. പറയൂ ഡാനി, ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് പ്രോഗ്രാം അടിപൊളിയായിരുന്നു. എൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ക്രിസ്മസ് എന്ന് എനിക്ക് തോന്നുന്നു. പോയി ശരി. അതിൻ്റെ ആദ്യമായിട്ട് അങ്ങനെ ഒരു തോന്നൽ? അങ്ങനെയല്ല, ഓരോ വർഷവും വ്യത്യസ്തമായിട്ടാണല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇത്തവണ നന്നായിട്ടുണ്ടായിരുന്നു. Better than every other years, I believe. Better than every other years. ഓ, എവരി അതർ ഇയേഴ്സ്. ഞാൻ AVR ഇയേഴ്സ്. അപ്പം ഞാൻ എന്തെങ്കിലും സംഘടന ആയിരിക്കും. സീൻ ഇപ്രാവശ്യം നമ്മൾ ഒരു ബാൻഡ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു പല സ്ഥലത്ത് വെച്ച്. യെസ്, നൈസായിരുന്നു. ഓ, അത് പറഞ്ഞപ്പോഴാ ലുലു മാളിൽ വെച്ച് പറഞ്ഞുണ്ടോ, ഞാൻ അന്ന് പറഞ്ഞില്ലേ ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിൽ. അത് അടിപൊളിയായിട്ട് പോയി. സൗണ്ടെല്ലാം അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്നലെ എയർപോർട്ടിൽ വെച്ചും നമ്മൾ പെർഫോം ചെയ്തു. നൈസായിരുന്നു. അത് പക്ഷേ ഇച്ചിരി കൂടുതലായിരുന്നല്ലേ, കൂടുതൽ സമയം നിന്നല്ലേ? 5-6 മണിക്കൂർ നിന്ന്. അതെ, എങ്ങനെ നിന്നെന്നുള്ളതാണ്. അത് സമ്മതിക്കണം. കാര്യം 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ 11:30 ആയെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ആവുന്നപ്പോൾ. പക്ഷെ 5 മണി വരെ 4:45 വരെ നമ്മൾ കണ്ടിന്യൂസ് വായിച്ചു. ഇടയ്ക്ക് ആദ്യം ഒരു 30 മിനിറ്റ്സ് ബ്രേക്ക്, 20 മിനിറ്റ്സ് ബ്രേക്ക് വന്നു. പിന്നെ ഒരു 10 മിനിറ്റ്സ്, പിന്നെ ഒറ്റ സ്ട്രെച്ചായിരുന്നു. പക്ഷെ നൈസായിരുന്നു കേസ്. കുറേ ആൾക്കാർ ഇങ്ങനെ കൈയടിക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സീനായിരുന്നു. കുറച്ച് പേര് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടായിരുന്നു. സത്യം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് ചെയ്തു. എന്നിട്ട് ഈ കറക്റ്റ് പറയാൻ ഇന്നലെയാണ് 24-ാം തീയതി ആയിരുന്നു ഈ എയർപോർട്ടിലെ പ്രോഗ്രാം. അത് കഴിഞ്ഞു. ഇപ്പോൾ എന്തുവാ, ഞാനും ആശിഷും ജോച്ചേട്ടനും ഡാനിയും കൂടി കാറയിൽ തിരിച്ചു വരായിരുന്നു. നമ്മൾ ഏതാണ്ട് 7 മണിയൊക്കെ അപ്പോൾ തിരിച്ചു വീട്ടിലെത്തി. പിന്നെ കിടന്നുറങ്ങി. 1 മണിക്ക് എഴുന്നേറ്റ്. പിന്നെ ജെയ്സൺ ചേട്ടൻ വിളിച്ചു, അങ്ങനെ എഴുന്നേറ്റ്. സീനാണ് കേസ്. ഇപ്പോൾ ക്രിസ്മസ് മൊത്തം ഉറക്കമായിരുന്നു. ഓ അല്ല, കറക്റ്റ് ക്രിസ്മസ് എന്നാണ്? 25-ാം തീയതിയാണ് 24-ാം തീയതിയാണ്? 24-ാം തീയതി ക്രിസ്മസ് ഈവാ? ക്രിസ്മസ് ഈവ്. അപ്പൊ ഇന്നല്ലേ ക്രിസ്മസ്? But it depends upon how we consider a day. A day is made up of a 24-hour cycle where there is a daytime and there is a night time. അപ്പം December 25 നൈറ്റ് എന്ന് പറയുന്നത്, ക്രിസ്മസ് ഈവ് എന്ന് പറയുന്നത് തലേ ദിവസം രാത്രിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജൂയിഷ് എസ്പെഷ്യലി ദേ കൺസിഡർ ദ ഡേ സ്റ്റാർട്ടിങ് അറ്റ് ദ ഡേ ബിഫോർ അറ്റ് 6 PM. അപ്പം വൈകുന്നേരം മുതൽ തൊട്ടടുത്ത വൈകുന്നേരം മുതൽ വരെയാണ് ഒരു ദിവസം. അപ്പോൾ എ ഡേ സ്റ്റാർട്ട്സ് അറ്റ് ദ ഡസ്ക് വെൻ ദ സൺ ഗോസ് ഡൗൺ. അപ്പോഴാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പം മണി 3 ആയില്ലേ, 6 മണിയാകുമ്പോൾ പുതിയൊരു ദിവസമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ക്രിസ്മസ് ഇപ്പൊ 6 മണിക്ക് അവസാനിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇത് അന്ന് പക്ഷേ നമുക്ക് നോക്കാൻ വാച്ചും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാച്ചിന്റെ ആവശ്യമില്ലല്ലോ. വേറെ പല ഇൻസ്ട്രുമെന്റ്സും ഉണ്ടായിരുന്നല്ലോ സമയം നോക്കാൻ. മെയിൻ സോഴ്സ് ലൈറ്റ് ആയിരുന്നു. അതെ അതെ, അതാ ഞാൻ പറഞ്ഞ വാച്ച് ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ സൂര്യൻ പോയിട്ട് ഒരു അടുത്ത ഡേ ആയെന്ന് പറയുന്നത്. Oh, right. Yeah, that's a good analysis.
ഞാൻ ഫിലോസഫേഴ്സിനൊക്കെ തിരുത്തുകയാണ്. എനിക്ക് വയ്യ. തിരുത്തിയില്ല, കോംപ്ലിമെന്റ് ചെയ്തതാണ്. എന്തായാലും ഞാൻ എന്തായാലും പൊളിച്ച് സീൻ. അപ്പൊ പക്ഷെ അതിന് നല്ല സൈക്കിളാണ്. കാരണം നമ്മൾ ഇന്ന് ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ്? രാത്രി 12 മണിക്ക്. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് പുതിയ ദിവസം തുടങ്ങുന്നത്. അപ്പൊ രാത്രി 12 മണി തൊട്ട് പിറ്റേ ദിവസം ഒരു 12 മണി വരെയാണ് ഒരു ഡേ. അപ്പൊ ബ്രോ ടെക്നിക്കലി 31-ാം തീയതി, ഈ വർഷം 31-ാം തീയതി 6 മണി കഴിഞ്ഞാൽ 1-ാം തീയതി ആയി. Yeah, that's why we celebrate New Year's Eve. Oh. Yeah. So we should consider how we live each and every moments of that time. വാച്ച് നൈറ്റ് സർവീസ് അപ്പൊ എന്ത് അത് 12 മണി കഴിഞ്ഞിട്ട് ഒരു 5 മണിയോ 3 മണി ആക്കണ്ടേ? അങ്ങനെയാണ്. നമ്മളിവിടെ ഈവനിങ് ആണല്ലോ, 7 PM. 7 PM തുടങ്ങുന്നത്. 9 സാധാരണ കഴിഞ്ഞ വർഷം 9 ആയിരുന്നല്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ വർഷം 7 ആയിരുന്നു. 10 മണി നേരത്തെ തുടങ്ങി, നേരത്തെ തീർന്നു. 9 മണിക്ക് തീർന്നു. ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടായിരുന്നു. പ്രാവശ്യം തോന്നുന്നു ആരും ഒന്നും പറഞ്ഞില്ല. പ്രാവശ്യം റെസ്ട്രിക്ഷൻസ് ഇല്ലാന്ന് തോന്നുന്നു. അതെ അതെ. അല്ല, ആക്ച്വലി ആ വാച്ച് നൈറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്. അതാണ് ദാറ്റ്സ് വാട്ട് ഇസ് മൈ പോയിന്റ്. ബിക്കോസ് രാത്രി 12 മണിക്ക് നോർമലി എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയം. സർവീസിന് കോണ്ടെക്സ്റ്റ് അറിയാത്തവര്, നമ്മൾ ചർച്ചിൽ ഇങ്ങനെ നിങ്ങൾ ന്യൂ ഇയർ പാർട്ടിക്ക് 12 മണി കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ നമ്മളവിടെ ചർച്ചിൽ ഇങ്ങനെ 12 മണിയാകുമ്പം നമ്മൾ ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിരിക്കും, പ്രാർത്ഥിച്ച് അടിച്ചു പൊളിക്കും. അപ്പോൾ നിങ്ങൾ പാർട്ടി വെളിച്ചിരുന്നു, നമ്മൾ ചർച്ചിൽ പാർട്ടിയല്ല അങ്ങനെ. അത് പറഞ്ഞപ്പോഴാണ് രാത്രി 12 മണിക്ക് ഉണർന്നിരിക്കുന്നത് ആരാണ് സാധാരണ? കള്ളന്മാര് മാത്രമല്ല, ജനറൽ പോപ്പുലേഷന്റെ ഒരു 25% നമ്മൾ നൈറ്റ് ഔൾസ് എന്ന് വിളിക്കുന്ന ആളുകളാണ്. രാത്രി ഉണർന്ന് ഐ.ടിക്കാര് അവരുടെ ജോലിയും പ്രാരാബ്ദവും കാരണം അവർക്ക് ഉണർന്നിരിക്കേണ്ടി വരുന്നവരുടെ കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ആഗ്രഹത്തോടെ അല്ലെങ്കിൽ ഉന്മേഷത്തോടെ രാത്രി നാച്ചുറലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ഇന്നവരെയാണ് നമ്മൾ ബയോളജിക്കൽ നൈറ്റ് ഔൾസ് എന്ന് വിളിക്കുന്നത്. സാധാരണ പോപ്പുലേഷനിൽ ഒരു 25% താഴെ, 20% ഒക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു ഈ പെർസെൻറ്റേജ് അമേരിക്കയിലെ കണക്കുകളാണ്. ഇപ്പം എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇവര് രാവിലെ എണീക്കുന്നതും 10 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം. ബയോളജിക്കൽ ക്രോണോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ക്രോണോ ടൈപ്പ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എന്നെ പോലത്തെ ആൾക്കാരെയാണ് മോസ്റ്റ് പ്രോബ്ലി കേൾക്കുന്നത്. അതെ, എബിൻ നൈറ്റ് ഔൾ ആണെന്നാണ് എന്റെ വിശ്വാസം. അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. രാത്രിയല്ലേ കൂടുതൽ ആക്റ്റീവ്. പകല് ഒരു വെക്കേഷൻ ഡേയില് എത്ര മണിക്ക് രാവിലെ എഴുന്നേൽക്കാനാണ് താല്പര്യം? എനിക്ക് 10 മണി. പക്ഷെ ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കും. അത് അടിച്ചെഴുന്നേപ്പിക്കുന്നില്ലേ വീട്ടുകാർ? അത് പക്ഷെ ശീലമായി. ഇപ്പം വിളിച്ചില്ലെങ്കിൽ ഞാൻ അത്ര ടയർഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കും. എന്നിട്ട് ഞാൻ ഉണർന്നാ പിന്നെ കിടക്കുന്നത്. എഴുന്നേക്കാൻ എനിക്ക് തോന്നൂല. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ തോന്നൂല. ആവറേജ് പോപ്പുലേഷൻ, ആവറേജ് എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുന്ന ആളുകള് 8 മണിക്ക് എഴുന്നേൽക്കുന്നവരാണ്. പിന്നീട് വേറെ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. പോപ്പുലേഷന്റെ ഒരു 10% താഴെ ആളുകൾ. അവര് ഏർലി ബേർഡ്സ് അല്ലെങ്കിൽ ലാർക്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാൻ പറ്റുന്ന ആളുകളാണ്. അവർ ഈ പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. സൂര്യൻ ഉദിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ എഴുന്നേൽക്കുകയും they are actually active in the daytime, and as the day progresses their energy level goes down. അപ്പൊ രാത്രിയൊക്കെ വളരെ ഉന്മേഷരഹിതരായിട്ട് ഇരിക്കുന്നവരായിരിക്കും എന്നെ പോലുള്ള ആളുകൾ. ഏർലി ബേർഡ്സ് ആണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ബേർഡ് എന്ന് പറഞ്ഞപ്പോ കാക്കയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേക്ക് ഈ കാക്ക വിളിക്കുന്നത്. പക്ഷെ എന്നാലും കാക്കകളെ പോലത്തെ പക്ഷികള് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് 6 മണിയാകുമ്പോൾ അത് ഉറങ്ങും. അവര് കറക്റ്റ് എന്നിട്ട് രാവിലെ എഴുന്നേക്കും അവര്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് തന്നെ ഒരു ഓർഡർ ഉണ്ട്. എപ്പോ ഉറങ്ങണം, എപ്പോ എഴുന്നേക്കണം. മൃഗങ്ങൾക്ക് ഓർഡർ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ എത്ര 8 മണിക്ക് 9 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ ഈ 4 മണിക്ക് എഴുന്നേക്കണം ഉള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ. അതെ, 4 മണിക്ക് എഴുന്നേക്കാൻ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നവർക്ക് എഴുന്നേക്കാൻ പറ്റണം.
അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ഇപ്പം നമ്മൾ ചിലർ ഇൻ ബിറ്റ്വീൻ വെൻ യു ഇൻട്രൊഡ്യൂസ് മീ യു ഫോർഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് മീ അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ഐ എം ഓൾസോ ഫ്രീലാൻസ് ട്യൂട്ടർ. അപ്പോ I teach a lot of students philosophy, reasoning, logic and things like that. അപ്പൊ there's a common misconception that people tell others നമ്മൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് നല്ലത്. കേട്ടിട്ടുണ്ടോ? അത് വെറും മണ്ടത്തരമാണ്. ഐ മീൻ ചിലർക്ക് അത് പ്രദമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഏർലി ബേർഡ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നോർമൽ ആവറേജ് ആളുകൾക്കും ഏകദേശം കുഴപ്പമില്ലാതെ എണീക്കാം. പക്ഷെ ഈ നൈറ്റ് ഔൾസിനെ സംബന്ധിച്ച് അവർ ഒരിക്കലും രാവിലെ എണീക്കാൻ പാടില്ല, സത്യമായിട്ട്. കാരണം അവരെ അടിച്ചെഴുന്നേൽപ്പിക്കാനും പാടില്ല. അവര് സ്വയം പലർക്കും ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചും കേട്ടിട്ടും മൊത്തത്തിലൊരു കുറ്റബോധം ആയിരിക്കും. രാവിലെ എണീക്കണം, അയ്യോ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, രാവിലെ എണീറ്റാലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ സിസ്റ്റം മാറുന്നു. നമ്മുടെ മെജോറിറ്റി ആൾക്കാർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം രാവിലെ എഴുന്നേക്കുക, ഓഫീസ് അല്ലെങ്കിൽ സ്കൂള് കോളേജിൽ പോവുക, വൈകുന്നേരം വരിക, രാത്രി ഉറങ്ങുക. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ നൈറ്റ് ഔൾസ് ചെയ്യുന്നത്. അല്ല, ഡയറക്റ്റ് ഓപ്പോസിറ്റ് അല്ല. എന്നാലും കാര്യം ഓപ്പോസിറ്റ് ആവാത്ത കാര്യം നമ്മുടെ മെജോറിറ്റി ആൾക്കാർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇല്ലാത്ത പക്ഷം പല ആൾക്കാർ പല ടൈമിങ്ങിൽ വെളിയിറക്കി എന്നുവെച്ചാൽ ഈ നൈറ്റ് ഔൾസ് രാത്രിയും ബാക്കിയുള്ള ടീംസ് രാവിലെയും അങ്ങനെ ആയിപ്പോയാണ് ഒരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ. ഓക്കെ, അല്ല അതായത് ഈ ടേംസ് ഉപയോഗിക്കുന്നതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം നൈറ്റ് ഔൾസ് എന്ന് പറയുമ്പം നൈറ്റ് എന്നൊരു അർത്ഥം ഉണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ. അതായത് ബിറ്റ്വീൻ 4 PM to 9 PM ആ സമയമാണ് നൈറ്റ് ഔൾസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ്. അപ്പോൾ അവർക്ക് പഠിക്കാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അംബീഷ്യസ് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഈവനിങ് സമയമായിരിക്കണം. അപ്പൊ ആ സമയത്ത് 1 മണിക്കൂർ പഠിക്കുന്നതും ആ ക്രോണോടൈപ്പിന് പുറത്ത് 4 മണിക്കൂർ പഠിക്കുന്നതും ഈക്വൽ ആയിരിക്കും ഏകദേശം. അതേസമയം ഏർലി ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം വെളുപ്പിനെ 4 മണിക്ക് 5 മണിക്ക് എഴുന്നേൽക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് പഠിക്കുന്നതാണ് അവർക്ക് നല്ലത്. അപ്പോൾ അവര് വെളുപ്പിന് എണീക്കണം, ബാക്കിയുള്ളവർ രാത്രി പഠിക്കണം. പിന്നീട് ആവറേജ് 60% ഓഫ് ദ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് രാവിലെ 9 മണി തൊട്ട് അല്ലെങ്കിൽ 8 മണി തൊട്ട് 12 മണി വരെ ആ സമയത്താണ്. ബ്രോ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയാൻ ഒരുപാട് കാര്യം വിട്ടുപോയി. ഇപ്പൊ നെറ്റ് എഴുതിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഗേറ്റ് റാങ്ക് 3 ആണ് ഗൈസ്, ഓൾ ഇന്ത്യ. അപ്പൊ അങ്ങനെ അപ്പൊ എങ്ങനെയാണ് ബ്രോ ഗേറ്റ് ഒക്കെ ഇത്രയും റാങ്ക് ഒക്കെ എത്തിയത്? ഇതുപോലെ പഠിച്ചിട്ടാണ് ഈ ഒരു ടൈമിംഗ് ഒക്കെ? അങ്ങനെയൊക്കെ ചോദിച്ചാ പഠിച്ചിട്ടും പിന്നെ പ്രാർത്ഥിച്ചിട്ടും. ഇങ്ങനെ ബ്രോ പക്ഷെ ആക്ച്വലി ഗേറ്റ് എഴുതണമെന്നൊക്കെ ഒരു കൺഫ്യൂഷനിലിരിക്കല്ലായിരുന്നോ? ഇല്ല. അത് മറ്റേ SSC ആയിരുന്നല്ലേ? ഞാൻ UPSC. അതെ, എഴുതണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. നെറ്റ് ഇപ്രാവശ്യത്തെ നെറ്റ് എങ്ങനെയുണ്ട്? അതെ, ഇപ്രാവശ്യത്തെ നെറ്റ് വളരെ വിലപ്പെട്ടതായിരുന്നു എനിക്ക്. ഞാനും എന്റെ സ്റ്റുഡൻസും ഒരുമിച്ച് പോയിരുത്തി. ബ്രോ എന്തൊക്കെ പഠിപ്പിക്കുന്നത്? അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ മെയിനായിട്ടും ഫിലോസഫി, പിന്നെ ജനറൽ പേപ്പർ, റീസണിങ്, മാത്തമാറ്റിക്സ്. ജനറൽ മാത്തമാറ്റിക്സ് ആണ്, ക്ലാസ് 10 ലെവൽ മാത്തമാറ്റിക്സ് ആണ്. അത് തന്നെയാണ് SSC ആണെങ്കിലും. ഈവൻ ബാങ്ക് ടെസ്റ്റിന് പോലും ആ ഒരു ലെവലിൽ തന്നെയാണ് ചോദിക്കണത്. എനിക്ക് എഴുതാൻ പറ്റുമോ ബാങ്ക് ടെസ്റ്റിന്? എനി ഡിഗ്രിയാണ്. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ബാങ്കിങ് പഠിക്കുന്നത് ബികോംകാരൊക്കെയാണ് ബാങ്കിങ് പഠിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ബാങ്കിൽ ഇരിക്കുന്നത് ബിടെക്കാരാണ്. അതെന്താണ് ബിടെക്കിൽ ഇപ്പം ഒരു ബാങ്കിങ് പഠിപ്പിക്കുന്നുണ്ടെന്ന്. ബിടെക്കാർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അല്ല, ചെയ്തേ പറ്റുള്ളൂ, എന്നാലും ജീവിക്കാൻ പറ്റുള്ളൂ. അത് ശരിയാണ്, എന്റെ അവസ്ഥ തന്നെ. ഇവൻ ബിടെക്കായിരുന്നു. ഞാൻ ഡിഗ്രി ചെയ്തു. അങ്ങനെ
വലിയ കാര്യം. പിന്നെ guys, അല്ല അതൊരു പോയിന്റാണ്. നമ്മൾ ഈ സാക്ഷര സംസ്ഥാനം കേരളം എന്ന് പറയുന്നത് ശരിക്കും ഇല്ലേ ഇപ്പം ഒരു 12th ഒക്കെ ആകുമ്പോഴേ അല്ല അതിന് മുമ്പേ നമുക്കൊരു ഐഡിയ വേണം നമ്മൾ എന്ത് ചെയ്യണം ലൈഫിൽ, എന്ത് എടുക്കണം എന്നുള്ളതൊക്കെ ഇല്ലേ. എനിക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഒരു പാഷനും അതൊക്കെ അത് ഞാൻ ഡിഗ്രി എടുക്കുന്ന പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡയറക്റ്റ്ലി അങ്ങോട്ട് തന്നെ ചാടിയാനെ. അപ്പോൾ ബ്രോ ആണെങ്കിൽ ബ്രോ ഫിലോസഫി എന്നുള്ള സംഭവം അതൊരു എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഇതല്ല. എന്ത് പറ്റി അതെടുക്കാൻ, എങ്ങനെയാണ് അതിൽ വന്നത്? I was interested in philosophy throughout my life. I had a deep interest in religion and I thoughts എന്ന് പറയുമ്പോൾ വെറും വീഡിയോ വലിച്ചോണ്ടിരിക്കുന്ന തോട്ട്സ് അല്ല, ക്വസ്റ്റ്യൻസ് അബൌട്ട് റിയാലിറ്റി, ഫണ്ടമെന്റൽ. അതല്ല സ്റ്റിഫ് ചെയ്യണതല്ല, ഇത് സ്റ്റഫ്. വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ സ്റ്റഫ് ഓഫ് ദ വേൾഡ്? വാട്ട് ഈസ് റിയാലിറ്റി, വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എവറിത്തിങ്. അതെ, ക്വസ്റ്റ്യനിങ് എവറിത്തിങ്. ആൻഡ് ഞാൻ ആദ്യത്തെ ഒരു ഇൻട്രോ പോലെ ഞാൻ പണ്ട് പറഞ്ഞില്ല എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്, അതിൽ നമുക്കൊരു ഒറിജിനൽ ഐഡിയ എന്ന് പറഞ്ഞിട്ട് പോഡ്കാസ്റ്റിനുള്ള ഫസ്റ്റ് ഐഡിയ അത് ഞാനും ഡാനിയും കൂടെ ചെയ്യാനാണ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ റീസെർച്ചിൻ്റെ കാര്യം വന്നപ്പം മനസ്സിലായി നല്ല പാടുപെടും, വേർക്കും എന്നുള്ളത്. യെസ്, അതെ, റിസർച്ച് ചെയ്യാതെയാണ് പോഡ്കാസ്റ്റ് നടക്കുന്നത്. സത്യം, ഞാൻ ഡാനിയെ സത്യം പറഞ്ഞ ഇൻട്രൊഡക്ഷനിലെ ഡാനിയെ പറ്റി കുറച്ച് പറയാനുണ്ടായിരുന്നു, അതൊക്കെ മറന്നുപോയി. ഇങ്ങനെ വന്നിരുന്ന് അന്ന് പോഡ്കാസ്റ്റ് ചെയ്യാം ആ ഒരു ഫ്ലോയിൽ വന്നതാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഫുള്ള് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ എന്താ പറയാ, പിന്നെ ബ്രോ അടുത്തത് എങ്ങോട്ട് പോകാനാണ്, എന്താണ് ചെയ്യുന്നത്? ലൈക്ക് ഫിലോസഫി ഇപ്പം PG കഴിഞ്ഞല്ലോ, അപ്പം ഇപ്പം ഡിഗ്രി ഇപ്പം നമ്മുടെ ബിടെക്കാരൊക്കെ ആണെങ്കിൽ അവര് മാസ്റ്റേഴ്സ് അല്ല ഈ പറഞ്ഞ പോലെ കറക്റ്റാണ്. അവര് സാധാരണ നമ്മള് ലൈഫിനെ പറ്റി എല്ലാരും ചിന്തിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ്, കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടാണ്. ലൈഫ് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ, ജീവിക്കണം, പൈസ വേണം, കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ സെറ്റിലാവണം എന്നൊക്കെ ചിന്തിക്കണത് കോളേജ് കഴിയുമ്പോഴാണ് എല്ലാവർക്കും ഇവിടെ മച്യൂരിറ്റി ആവണം. അത് കഴിഞ്ഞിട്ടാണ് ജോലി വേണമെന്ന് തന്നെ ചിന്തിക്കണമെന്ന് പലരും ആ സമയത്താണ്. പക്ഷെ അതുകൊണ്ട് വിദേശത്ത് വെസ്റ്റേൺ കൾച്ചറിൽ, വെസ്റ്റേൺ ആണെങ്കിലും ഈസ്റ്റേൺ ചൈനീസ് കൾച്ചർ ആണെങ്കിലും ഹൈലി ഡിഫറെന്റ് ആണ്. ചൈനീസ്, ജാപ്പനീസ് എല്ലായിടത്തും ഡിഫറെന്റ് ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നും സ്കൂൾ കഴിഞ്ഞ കോളേജിൽ പോകാറില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ എന്തിനാണ് കോളേജിൽ പോകണം? ഈ ക്വാളിഫിക്കേഷൻ കൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ സത്യം പറഞ്ഞ ജോലിക്ക് വേണ്ടിയല്ല പഠിക്കുന്ന സ്ഥാനമല്ല ജോലി ചെയ്യണത്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പലരെയും ബോധിപ്പിക്കാനായിട്ട് പഠിക്കുന്ന പോലെ ഡിഗ്രി ഉണ്ട്. അതിപ്പോ ഒരു ഇതുണ്ടല്ലോ നമ്മൾ കേരളത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് ലിറ്ററസി റേറ്റ്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ലിറ്ററസി റേറ്റ് ബേസിക്കലി എഴുത്തും വായനയെ അറിയുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ 99% കൂടുതൽ ആളുകൾ, ഇപ്പൊ 100% അടുപ്പിച്ചാവാറായെന്ന് തോന്നുന്നു. പല വയോധികർ പോലും 10ാം ക്ലാസ്സിലെ തുല്യത പരീക്ഷ എഴുതുന്നുണ്ടല്ലോ, അവരെഴുതുന്നവരുണ്ട്. പിന്നെ അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നത് മെട്രിക്കുലേഷൻ ആയി. പിന്നെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം. ക്ലാസ് 10 ലെവൽ എല്ലാരും 10ാം ക്ലാസ് പാസ്സാവാത്ത ആരെങ്കിലും അറിയാമോ നമ്മുടെ പ്രായത്തിലുള്ള? ഇല്ല. എന്നാ +2 പാസ്സാവാത്തവര് കുറച്ച് കാണും, 1000-ൽ ഒരാളൊക്കെ കാണും. 100-ല് എല്ലാരും പാസ് ചെയ്ത് വിട്ടു. അതെ. ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പൊട്ടിയവരെ പറ്റി, 12th പൊട്ടിയവരെ എല്ലാരും ജയിപ്പിച്ചു വിട്ടു കൊറേയൊക്കെ. അതില് പൊട്ടിയവരെ കാര്യം അവര് പൊട്ടിയവര് എനിക്ക് തോന്നുന്നു അവര് എന്താ പറയാ, ഗവൺമെന്റ് കുറെ ആൾക്കാരെ ജയിപ്പിച്ചു വിട്ടത്തെ കൂട്ടത്തിൽ ബൈ മിസ്റ്റേക്ക് ആയിരിക്കും.
ചിലര് തോറ്റു പോയത്? ഇല്ല തിരിച്ചാണ്. ഈ ജയിച്ചു പോണവരെല്ലാം മിസ്റ്റേക്ക്. അവരൊക്കെയാണ് ലൈഫിൽ തോക്കാൻ പോണത്. കാരണം ഇപ്പൊ നമ്മള് ഇന്ന് എടുക്കുമ്പം ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്ന പല പട്ടികയിലും യു ടേക്ക് എനി മെട്രിക്സ്, വെൽത്തിന്റെ കേസിലാണെങ്കിലും ഇന്റലക്റ്റിന്റെ കേസിലാണെങ്കിലും ഈവൻ നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ കേസിലാണെങ്കിലും അവരാരും ഈ പറഞ്ഞ പോലെ 10 പ്ലസ് 2 പാസ്സായവരായിരിക്കൂല. ഇവൻ പലരും കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണ്. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, നമ്മുടെ സക്കറുണ്ടനും എല്ലാവരും കോളേജിൽ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്തവരാണ്. ബിൽഗേറ്റ്സിന് സ്കൂളിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു പരീക്ഷയ്ക്കൊക്കെ? വൻ തോൽവിയല്ലായിരുന്നു. ശരി. പക്ഷെ ബിൽഗേറ്റ്സിനെ പറ്റി നമുക്ക് പിന്നെ രസം കാര്യം, പുള്ളി ഇച്ചിരി ഉടായിപ്പാന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കൊറേ മൂവിയിൽ കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഇൻഡെപ്ത് സംസാരിക്കാം. പക്ഷെ കറി നമ്മൾ കഴിഞ്ഞ വർഷമാണോ മറ്റേ ഒരു വ്ളോഗ് ചെയ്ത് എന്താന്ന് സൗണ്ട് അത് നമ്മുടെ പോഡ്കാസ്റ്റിൽ അതാണ് പ്രത്യേകത. ഇപ്പം ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ ആയ വെള്ളം വീഴുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു ഫീല് വരും. വെള്ളച്ചാട്ടത്തിൽ ഡ്രിപ്പ് ചെയ്യണം. ഇവിടെ ഫാൻ ഓഫ് ചെയ്തിട്ട് ഭയങ്കര ചൂടാണ്. അത് നമ്മുടെ ഓഡിയൻസിന് ഡിസ്റ്റർബൻസ് ആണ്. നമ്മളിങ്ങനെ ഇങ്ങനെ കാമായിട്ടിരിക്കുമ്പോൾ ചൂട് തോന്നില്ല, വേർക്കുന്ന മാത്രമേ ഉള്ളൂ. അതൊരു നല്ല, അതെനിക്ക് കേരളത്തിന്റെ ക്ലൈമറ്റിനെ യോജിച്ചു പോയതുകൊണ്ടായിരിക്കും. പലരും കുറ്റം പറയുന്നവരുണ്ട്, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. പക്ഷെ ഇത് ആക്ച്വലി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നേരത്തെ താമസിച്ച ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അല്ല, കാരണം നമ്മൾ ചൂടെടുക്കുമ്പം വേർക്കുന്നത് നല്ലതാണോ മോശമാണോ? നല്ലതാണ് അല്ലേ? കാരണം ഡോക്ടർ ചോദിക്കായിരുന്നു. അല്ല, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ വാട്ടർ കണ്ടന്റ് ബോഡിയുടെ സർഫസിലോട്ട് വരുമ്പോൾ ചെറിയൊരു കാറ്റ് വരുമ്പോഴും ഒരു ഇത് തോന്നും. അതേസമയം പല സംസ്ഥാനത്തും പോയാ, ഡൽഹിയിലൊക്കെ പോയാ ഭയങ്കര പ്രശ്നമായിരിക്കും. ഡൽഹിയിൽ പൊല്യൂഷൻ ആണല്ലോ കൂടുതൽ. അതും പ്രശ്നം. ചൂടും പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ചൂട്. ബ്രോ ആദ്യം അവിടെ പോകാനല്ലേ ഇരുന്ന? അതെ. ഞാൻ പോയിട്ട് വന്നിരുന്ന ഫ്രൈഡ് ചിക്കൻ വരുന്നല്ലോ എന്നാണ്. അവിടെയൊക്കെ പോകുന്ന ഫ്രണ്ട്സ് ഒക്കെ പറയും. അവിടെ ഞാൻ വിളിച്ചു പോയി, അവിടെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ താമസിക്കണം? മറ്റേ പുകയും സ്മോഗും ബിലോ മറ്റേ റേറ്റിങ്ങിലൊക്കെ താഴെ പോകുമ്പം ആളുകൾക്കൊന്നും പുറത്ത് നടക്കാൻ പറ്റൂല. പുറത്ത് റോഡിലോട്ട് ഇറങ്ങിയ 20 മീറ്റർ അപ്പുറത്ത് കാണാൻ പോലും പറ്റില്ല. അത് പക്ഷേ രാവിലെ അല്ലേ? രാവിലെ കണ്ടു, രാത്രിയും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റിങ് വേണം. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പറയായിരുന്നു, അത് ആദ്യമൊക്കെ ആകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്, പിന്നെ ശീലമായിക്കോളും. കഴിഞ്ഞിട്ട് പിന്നെ ക്യാൻസറും അതുപോലത്തെ ലങ് ഡിസീസ് ഒക്കെ വരുന്നതും ശീലമായിക്കോളും എല്ലാവർക്കും. അല്ല, അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് പറഞ്ഞപ്പോഴാണ് ഡിസ്കവറി ചാനലിന്റെ ഇന്ത്യ 2050 എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു? ഇല്ല. ഇന്ത്യ 2050 അങ്ങനെ തന്നെയാണ് എൻ്റെ പേര്. അതിനകത്ത് അവര് കാണിക്കുന്നുണ്ട് 2050 ഇന്ത്യ. പല സിറ്റീസും എടുത്തിട്ട് 2050 ഡൽഹി കാണിക്കുമ്പം ഹൈലി ഡെവലപ്ഡ് ആണ് എന്നൊക്കെ പറയുമെങ്കിലും പകലാരും പുറത്തിറങ്ങി നടക്കൂല. വെറും മരുഭൂമിയെ പോലെ ചൂടാണ്. രാത്രിയാണ് ആളുകൾ പുറത്തിറങ്ങുന്നത്. മറ്റേ UAE പോലെ, അറേബ്യൻ കൺട്രീസ് പോലെ പകല് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, കാറിൽ മാത്രം. അതെ. ഇന്ത്യ എന്ന് പറയുമ്പോ കാറല്ലല്ലോ, മറ്റേ 2 വീലേഴ്സും നടന്നു പോകുന്നവരാണ് കൂടുതൽ. അതെ. അപ്പൊ ഈ ഡോക്യുമെന്ററി അനുസരിച്ച് 2050 നമ്മുടെ ലൈഫ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരമാണ്. രാത്രിയാണ് നമ്മുടെ സോഷ്യൽ ലൈഫ്. എല്ലായിടത്തും. കാരണം ചൂട് കണ്ടമാനം കൂടും എന്നാണ് ഈ ഡോക്യുമെന്ററി അനുസരിച്ച് പറയണത്. പക്ഷെ ഇതൊക്കെ വെറും ഹോക്സ് ആണ് ട്രംപിനെ പോലുള്ളവർ പറയുന്നത്.
അല്ല, എൻ്റെ മനസ്സ് പറയുന്നത് നമ്മൾ അതുമായിട്ട് ഈ എന്തുവാ അന്നേരം ജീവിക്കാനുള്ള രീതിയിൽ നമ്മൾ സെറ്റാവും. സർവൈവൽ ഇതനുസരിച്ച് എന്നാലും പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നു. പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെയാവും. മലയാളികൾ എന്ന് പറയുമ്പം പല ഒരു പ്രത്യേക ഒരു ടീംസാണ്. ബ്രോ, കഴിഞ്ഞ വർഷം ബ്രോന്റെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് നമ്മളെവിടെയായിരുന്നു? നമ്മള് പലയിടത്തും ഇതുപോലെ തന്നെ കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തു. പക്ഷെ പാട്ടൊന്നും ചെയ്തില്ല, നമ്മൾ പപ്പറ്റ് ഷോ ഒക്കെ ചെയ്തു. അത് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പപ്പറ്റ് ഷോ ചെയ്ത്, ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നില്ല, ഡാനി ചെയ്യുന്നുണ്ട്. പപ്പറ്റ് ഷോ എങ്ങനെയാണ് നമ്മൾ എന്നുവെച്ചാൽ നമ്മുടെ ഓഡിയൻസിനെ അറിഞ്ഞുകൂടെങ്കിൽ എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും പപ്പറ്റ് ഷോനെ പറ്റി? ലൈക്ക് വാട്ട് ഈസ് പപ്പറ്റ് ഷോ? പപ്പറ്റ് ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി പപ്പറ്റ്സ് ഉണ്ടായിരിക്കും. പപ്പറ്റ്സിനെ കൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് ആക്ട് ചെയ്യും. And then we give the sound to the puppets while we are on the back of the stage, അല്ലെങ്കിൽ below the stage. അതാണ് പപ്പറ്റ് ഷോ. Like there will be a script to that, and അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പപ്പറ്റ് ഷോ. പിന്നീട് വേറെ ഒരു പപ്പറ്റ് വെച്ചിട്ട് പിന്നെ വേറൊരു പരിപാടിയുണ്ട്. അതെ വെൻട്രിലോക്വിസം. അത് കുറച്ചധികം പാടുള്ള പരിപാടിയാണ്. അത് കറക്റ്റ് ലൈവായിട്ട് I am talking with the puppet is in my hand, and the people will not notice the fact that I am talking because എന്റെ ലിപ്സ് അനങ്ങൂല, പക്ഷെ എന്റെ സൗണ്ടാണ് വരുന്നത്. അത് പ്രൊഫഷണൽസിനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അതൊന്നും പാടാം. അതും സംഭവം നമ്മൾ ഇപ്പം ഡാനി പ്രോ ആയില്ലേ മറ്റേ സാധാ പപ്പറ്റ് ഷോ ചെയ്യുമ്പോൾ. കുറെ പ്രോ ടിപ്സ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കാണും. എനിക്ക് മനസ്സിലായത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാര്യം നമ്മൾ അത് തീരുന്നവരെ മുട്ടുകുത്തിയൊക്കെ നിൽക്കേണ്ടി വരും, ഇല്ലേ? അത് മാത്രമല്ല, നമ്മള് ആൾക്കാരെ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി വെക്കുമ്പോ ഈ ഫേസ് ചിലപ്പം പൊങ്ങിയായിരിക്കും ബൈ ഡിഫോൾട്ട് നമ്മൾ വെക്കുന്നത്. അപ്പൊ അത് താഴ്ത്തണം. കൈ ഓഡിയൻസ് അല്ല, കണ്ണ് ഓഡിയൻസിനെ നോക്കുന്ന പോലെ നോക്കണം. ആൾക്കാരെ നോക്കി ലിപ്സ് സിങ്ക് ആവണം. സംസാരിക്കുമ്പോ നമ്മുടെ സാധാ ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. എപ്പോഴും വാ തുറന്ന് വെക്കരുത്. സംസാരിക്കുമ്പോ അടച്ചു വെക്കരുത്. പിന്നെ ചുമ്മാ നമ്മൾ പറയാതെ താഴോട്ട് പോകരുത്. ഞാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളുണ്ട് പപ്പറ്റ് ഷോ. യെസ്, കഴിഞ്ഞ വർഷം നമ്മൾ അങ്ങനെ പപ്പറ്റ് ഷോ ചെയ്തു. നൈസായിരുന്നു കേസ്. പക്ഷെ ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ബാൻഡുമായിട്ട് ചെയ്തു. പിന്നീട് ഡാനി ബ്രോ ഒരുപാട് ഇങ്ങനെ ട്രാക്ക് കൊടുക്കാൻ പോയല്ലേ? ക്രിസ്മസ് കാർഡൊക്കെ ക്രിസ്മസ് കാർഡ് കൊടുക്കാൻ പോയി. നൈസായിരുന്നു കേസ്. ഇപ്രാവശ്യം എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്താ ബ്രോ? ഇപ്രാവശ്യം ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണം. എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയായിരുന്നു 2022 എടുത്ത 2023 ചെയ്യാനായിട്ട്? ഇപ്പം ആലോചിക്കുമ്പൊന്നും ഓർമ്മ പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കുറെ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ജിമ്മായിരുന്നു. ഒബ്വിയസ്ലി ജിമ്മ് നടന്നില്ല. ഓക്കെ, ജിമ്മിൽ എന്തിനാണ് പോകുന്നത്? ജിമ്മില് വർക്കൗട്ട് ചെയ്യാൻ. എന്തിനാണ് വർക്കൗട്ട് ചെയ്യുന്നത്? വണ്ണം കുറയ്ക്കാൻ. ബോഡി ബിൽഡിംഗ് അല്ല, ഹൈറ്റ് അനുസരിച്ചുള്ള ഐഡിയൽ വെയിറ്റ്. വണ്ണം കുറയ്ക്കുന്നത് എന്തിനാണ്? വണ്ണം മോശമാണോ? വണ്ണം മോശമല്ല, പക്ഷെ ഞാൻ പറയും ഒരു ഹെൽത്തി ബോഡി നല്ലതാണ്. അത് ചിലവർക്ക് ഫാറ്റ് ഇങ്ങനെ സൈസ് ബൾക്ക് തോന്നിക്കും, പക്ഷെ ബീങ് ഹെൽത്തി ഈസ് റൈറ്റ് തിങ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വെയിറ്റ് കുറയുന്നതനുസരിച്ച് സൈസും കുറയുന്നുണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പിന്നെ നമ്മുടെ ഞാൻ അറിയാതെ വണ്ണമെന്ന് പറഞ്ഞു പോയി. വണ്ണം പറഞ്ഞതാണ് പ്രശ്നം. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും. എന്റെ പോഡ്കാസ്റ്റ് ക്യാൻസൽ ആവും. അങ്ങനെ ഇല്ല, ജിമ്മിൽ പോണമെന്നുണ്ട്. സത്യം പറഞ്ഞല്ലോ, ഞാൻ ഡാനിയൽ പറഞ്ഞാൽ 100% യോജിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് ജിമ്മില്.
ഞാൻ എന്താ പറഞ്ഞു? അല്ല, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് അല്ലേ വണ്ണം? ആ ആണോ? എന്നാലും പറഞ്ഞ് പ്രൊവൈഡ് ഇപ്പൊ പറഞ്ഞ. ആ അതെ. പക്ഷെ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ശരി, അതെ, ഇതൊക്കെ ആരാണ് ഹൂ ഡിറ്റർമിൻസ് വാട്ട്സ് കറക്റ്റ് ആൻഡ് വാട്ട്സ് റോങ്? അത് ശരിയാണല്ലോ. ആ സീൻ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഇല്ലാതെ ഇല്ല. ബേസിക്കലി നാട്ടുകാര് കളിയാക്കുന്നുണ്ടല്ലേ ജിമ്മിൽ പോണത് അല്ലേ? സത്യം പറ. അങ്ങനെ ഇല്ല. പക്ഷെ എനിക്ക് ഞാൻ ഇടയ്ക്ക് നല്ല വെയിറ്റ് കുറഞ്ഞപ്പം, അല്ല വെയിറ്റ് കുറയുമ്പോഴേ നല്ല എന്നുവെച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ലൈക്ക് കളിക്കാനൊക്കെ പോകുമ്പോ ക്വിക്കാണ്. ഇതിപ്പോ എനിക്ക് ഓടാനൊന്നും വയ്യ. അതെ അതെ, ഭയങ്കര. അല്ല ബേസിക്കലി വി ആർ സപ്പോസ് ടു ബി ഫിറ്റ്. യെസ്. പിന്നെ എനിക്കറിയുന്ന കുറെ ആൾക്കാർ ഫിറ്റ് പാമ്പായിട്ട് നടക്കുന്നു. ആ പക്ഷെ നമ്മള് പാമ്പിനെ പോലെ ആയിട്ട് കാര്യമില്ല. അല്ല ബേസിക്കലി നമ്മള് ഇത് പിന്നെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പൊ ഞാനിപ്പോ ജിമ്മിൽ പോവാറില്ല, അതെന്റെ എന്റെ താല്പര്യമാണ്. അപ്പൊ ഞാനിപ്പം അതെ അതെ, ഞാൻ രാവിലെയും വൈകുന്നേരം ഫിറ്റ് ആവും. അപ്പൊ ആദ്യം പറഞ്ഞില്ലേ മറ്റേ സ്റ്റഫ് ഒന്നും വലിക്കൂല പറഞ്ഞു. ഫിലോസഫി. അതെ അതെ, അല്ല ദാറ്റ്സ് നോട്ട് ഫിലോസഫി എന്നാ പറഞ്ഞത്. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് വി ആസ്പയർ ടു ബി ഫിറ്റ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് മലയാളികള്, വി ട്രൈ ടു ഇംപ്രൂവ് ഓൺ അവർ സെൽസ്. ഡെവലപ്പിംഗ് കൺട്രീസിലെല്ലാം ആളുകൾ ഹാർഡ് വർക്കിംഗ് ആണ് അത്യാവശ്യം. പിന്നെ ഈ അമേരിക്കയിൽ പകുതി കൂടുതൽ ആളുകളും അൺഫിറ്റാണ്. അപ്പം പക്ഷെ നമ്മളിത് പുറത്ത് നമ്മൾ പറയാറില്ല കത്തേണ്ട കാരണം അത് പറഞ്ഞ അടി കിട്ടും. അതുകൊണ്ട് അവിടെ പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതെ, അവിടെ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ഭയങ്കര ഫ്രീഡം, ആരെയും ഒന്നും പറയാൻ പാടില്ല. പിന്നെ പക്ഷെ ആക്ച്വലി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ വേറൊരാളുടെ ഇൻഡിവിജ്വൽ ലൈഫിൽ ഇടപെടാൻ പാടില്ല. അതാണ്. അത് ശരിയാ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിസം, ഫ്രീഡം ഉണ്ടല്ലോ ഇൻഡിവിജ്വൽ. അതെ അതെ, അതുകൊണ്ട് ഇച്ചിരി കൂടുതലായി പോയത് ആണോ എന്നൊരു പ്രശ്നം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കേരളത്തിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാട്ടുകാരെ പേടിച്ചാ പലരും ജീവിക്കുന്നത്. പറയുന്ന നാട്ടുകാര് നമ്മളെ പേടിച്ചും ജീവിക്കും. അതെ അതെ, ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിവിജ്വലിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. വി കുഡ് കോൾ ഇറ്റ് കമ്മ്യൂണിറ്റേറിയനിസം വേണമെങ്കിൽ പറയാം. അതായത് കമ്മ്യൂണിറ്റി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദി ഇൻഡിവിജ്വൽ. മറ്റേ വെസ്റ്റേൺ ലിബറൽ സൊസൈറ്റിയിൽ പോയാൽ ദി ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടന്റ്. ദി ഇൻഡിവിജ്വൽ കംസ് ഫസ്റ്റ് ബിഫോർ ദ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഈസ് ഫസ്റ്റ്, കമ്മ്യൂണിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മളുടെ മോബ് ലിഞ്ചിങ്സ് ഒക്കെ ഉണ്ടാവുന്നത്. പിന്നീട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കാണ് വോയിസ്, ഇൻഡിവിജ്വൽസിന് വോയിസ് ഇല്ല. ഇപ്പൊ മാരേജ് പോലും എടുത്താൽ രണ്ടുപേര് തമ്മിൽ അല്ല കല്യാണം കഴിക്കുന്നത്, രണ്ട് ഫാമിലീസ് തമ്മിലാണ് കല്യാണം കഴിക്കുന്നത്. സീൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കറിയുന്ന ഒരു അങ്കിള് പറയായിരുന്നു, ഇങ്ങനെ കല്യാണത്തിന് വിളിക്കുമ്പോൾ അവർ വരികയും ചെയ്യും, ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം ഫുഡ് കൊള്ളൂല, കെട്ട് കൊള്ളൂല, നടത്തിപ്പ് കൊള്ളൂല എന്നൊക്കെ പറയുകയും ചെയ്യും. അതിനെക്കാട്ടും നല്ലത് ഇതൊക്കെ ഒഴിവാക്കി ഒരു ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ആക്കുന്നതല്ലേ നല്ലതാണ്. അതെ, അതും നമുക്ക് ആലോചിക്കാം, നല്ലതാണ്. ബ്രോയുടെ കല്യാണം എങ്ങനെ അടുത്ത വർഷം കാണും? പുതിയ റെസൊല്യൂഷനിലുണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇല്ല, അത് ന്യൂ ഇയറിലെ റെസൊല്യൂഷൻ അല്ല, അത് പുതിയ ഡെക്കേഡിലെ റെസൊല്യൂഷനാണ്. 10 വർഷത്തെ? അടുത്ത 10 വർഷത്തിനുള്ളിൽ കാണുമല്ലേ? കാണും എന്തായാലും, തീർച്ചയായും. അടുത്ത 2 വർഷത്തിനുള്ളിൽ ബ്രോ കല്യാണം കഴിക്കില്ല. ആരെങ്കിലും കല്യാണത്തിന് ഫുഡ് കഴിക്കണമെന്നുണ്ട്. ഓ അങ്ങനെ, അത് മാത്രമേ കഴിക്കുള്ളൂ, വേറെ ഒന്നും കഴിക്കൂല. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. നല്ലൊരു മികച്ചൊരു ഐഡിയ ആണ് കല്യാണം കഴിക്കുക എന്നുള്ളത്. എന്താ അല്ലേ എന്നാരും പറഞ്ഞ? ആരും പറയാനില്ല, ഈ നാട്ടുകാരൊക്കെ തന്നെ പറയാത്ത. അല്ല ബ്രോ, പക്ഷെ മാരേജ് ഇൻ മൈ ഒപ്പീനിയൻ has never been an incredible idea at any point in time in history. You see, philosophers
many of them have been against it. You see, if you know Plato കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പ്ലേറ്റോ കല്യാണത്തിനെതിരായിരുന്നു. പ്രത്യേകിച്ച് പ്ലേറ്റോ സമൂഹത്തെ മൂന്നായിട്ട് തരംതിരിക്കുകയും ഇലീറ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഫിലോസഫേഴ്സ് ക്ലാസ്സിൽ അവരാരും കല്യാണം കഴിക്കാൻ പാടില്ല എന്നാ പ്ലേറ്റോ പറഞ്ഞ. ശരി. അതെ, കാരണം നിങ്ങളൊക്കെ വഴിയായിരിക്കും കാണും എതിര് അവിടെ തുണിയും വിരിച്ച് ചുരുണ്ടുകൂടി അട്ടയെ പോലെ. അങ്ങനെയല്ല, ഫിലോസഫേഴ്സ് എല്ലാരും ഒരുമിച്ച് ജീവിക്കണം എന്നാണ്. അഥവാ ഡാനി എലീറ്റ് ക്ലാസ് ടച്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും മറ്റേ എന്തോ വാരണാസിയോ അവിടെ വല്ല മറ്റേ ജഡയൊക്കെ ഇങ്ങനെ മുടി കെട്ടി സന്യാസിയെ കുട്ടിയിരിക്കുന്ന കാണാം. അതെ. അവരൊക്കെ ഫിലോസഫേഴ്സ് ആയിരിക്കൂലേ, തത്വചിന്തക. ബേസിക്കലി എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലോസഫി പറയുന്നവരെല്ലാരും ഫിലോസഫേഴ്സ് അല്ല. ഇപ്പൊ ഞാനൊരു ഫിലോസഫർ അല്ല സത്യം പറഞ്ഞ. പക്ഷെ അല്ല, ബേസിക്കലി ബ്രോ ഫിലോസഫി ഞാൻ പറയുന്നത് ഫിലോസഫി ആണെങ്കിലും ഒരു ഫിലോസഫർ എന്ന് പറയുമ്പം ഒറിജിനൽ തിങ്കിങ് ആയിരിക്കണം. അത് വേറൊരാൾ പറഞ്ഞ കാര്യം കോപ്പി പേസ്റ്റ് ചെയ്ത് പറയുന്നതല്ല ഫിലോസഫി. അതറിയാം, ഇത് ഞാൻ കട്ട് ചെയ്ത് എല്ലാവർക്കും. അതായത് ഇപ്പൊ നമ്മൾ PhD അതാണ് ചെയ്യുന്നത്. PhD we try to improve and we start original thinking. നമ്മുടെ നോളജ് ഇക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് PhD ടൈമിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പുതിയതായിട്ടൊരു കാര്യം, അപ്പൊ ഇതുവരെ ആളുകൾ പറഞ്ഞ കാര്യം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് പറയാറില്ല, പുതിയതായിട്ട്. പക്ഷെ അങ്ങനത്തെ ടോപ്പിക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടല്ലേ പുതുതായിട്ട്? അവിടെ നമ്മൾ ചെയ്യുന്നത് പുതിയ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുകയല്ല. നത്തിങ് കംസ് ഔട്ട് ഓഫ് നത്തിങ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. കാരണം അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ വി ഇൻഡൾജ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ലൈക്ക് അനലിറ്റിക് മെത്തേഡ്, കമ്പാരിറ്റീവ് മെത്തേഡ് ആൻഡ് വി യൂസ് ക്രിറ്റിസിസം. ക്രിട്ടിക്കലി ബേസിക് ഒരു പാരന്റ്സ് പാക്കേജ്, ക്രിറ്റിസിസം, കമ്പാരിസൺ. അല്ല, കോണ്ടെക്സ്റ്റ് വിട്ട് ചിന്തിക്കരുത്, വാർത്ത മാറും. നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മള് ക്രിട്ടിസൈസ് ചെയ്യണം എന്നുള്ളതാണ് ഫിലോസഫിയിൽ ഞങ്ങള് യൂണിവേഴ്സിറ്റിയിൽ ട്രെയിൻ ചെയ്യുന്ന. നമ്മള് എല്ലാത്തിനെയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം, എല്ലാത്തിനെയും ചോദ്യം ചെയ്യണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്ലേറ്റോ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ശിഷ്യൻ, ഫേമസ് ആയിട്ടുള്ള ഒരു ശിഷ്യനുണ്ട്. ആരാണ്? ഗ്രീക്ക് ഫിലോസഫർ, ദി ഗ്രേറ്റ് അരിസ്റ്റോട്ടിൽ. കേട്ടിട്ടില്ല? അരിസ്റ്റോട്ടിൽ എന്താണ് ചെയ്തത്? പുള്ളി പ്ലേറ്റോ പറഞ്ഞത് പല കാര്യങ്ങളും എതിർത്തില്ലേ, ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അവിടെയാണ് ഒരു ഫിലോസഫർ ജനിക്കുന്നത്. പക്ഷെ പ്ലേറ്റോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാരും ഫേമസ് ആയില്ല. കുറെ ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ പ്ലേറ്റോയ്ക്ക് ഒരു സ്കൂൾ തന്നെ ഉണ്ടായിരുന്നു. പ്ലേറ്റോ ഫേമസ് ആയിരുന്നെങ്കിൽ ഇപ്പം മറ്റേ അരിസ്റ്റോട്ടിൽ പോലെ നമുക്കറിയായിരുന്നു. അതെ, അവരെല്ലാരും ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ഫേമസ് ആവാത്തത് ഒറിജിനൽ തിങ്കിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, നമ്മുടെ ഗുരു പറയുന്നത് അതേപോലെ മനപ്പാടമാക്കി ഉരുവിടുന്നതല്ല ഒരു ഫിലോസഫറിന്റെ ദൗത്യം. അപ്പം ഈ നമ്മുടെ 20th സെഞ്ചുറി ഫിലോസഫേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ബെർട്രൻഡ് റസൽ ആൻഡ് ലുഡ്വിഗ് വിഗിൻസ്റ്റൈൻ ഇവരെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞപ്പോ ബേസിക്കലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ സ്റ്റുഡന്റ്. ദി സ്റ്റുഡന്റ് ഷുഡ് ഓൾവേസ് ക്രിട്ടിസൈസ് ദി ടീച്ചർ. അതാണ്. അപ്പൊ അവിടെയാണ് ഒരു ഫിലോസഫർ ജനിക്കുന്നത്. അത് ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ ടീച്ചർ എന്ന് പറയുമ്പോ ടീച്ചറിനെ പ്രൊനൗൺസിയേഷൻ ഒട്ടും കൊള്ളുമല്ലോ. അങ്ങനെയല്ല, അങ്ങനെ ക്രിറ്റിസിസം അല്ല, ആക്റ്റീവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിരിക്കണം. അതെങ്ങനെയാണ്? എക്സാമ്പിൾ? ഫിലോസഫിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെയാണ് പുതിയ പുതിയ തോട്ട്സ് ഉണ്ടാവണം, ഒറിജിനൽ തിങ്കിങ് ഉണ്ടാവണം. നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസിനും പോലും കീറി മുറിച്ച് പഠിക്കാൻ പറ്റണം. അതെ, അവിടെയാണ് തത്വചിന്ത ജനിക്കുന്നത്. നിങ്ങള് മറ്റേ ഡോക്ടേഴ്സിനെ പോലെ തന്നെയാണ്. അതെ, ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് കീറി മുറിച്ച് പഠിക്കും. ഡോക്ടേഴ്സ് ആളെ കീറി മുറിക്കുമെങ്കിൽ നിങ്ങള് നമ്മള് ലോകത്തെയാണ് കീറി മുറിക്കുന്നത്. കോർ കണ്ട എന്നിട്ട് കോർ ഇല്ല എന്നുള്ളതാണ്.
ഓട്ടോ നമ്മൾ കീറി മുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റസലിനെ, നേരത്തെ പറഞ്ഞ റസലിനെ പറ്റി പറയാനാണ് ഇഷ്ടം. റസൽ പറയുന്നത് നമുക്ക് കീറി മുറിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പുള്ളി അനലിറ്റിക് ഫിലോസഫി. എന്റെ അഭിപ്രായം കീറി മുറിക്കലെന്നാണ്. അതെ അതെ, അങ്ങനെയാണ് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് റസൽ ചെയ്യുന്നത്, പുള്ളി പറയുന്നത് ലാംഗ്വേജ് ഇസ് ദ റിയാലിറ്റിയും ലാംഗ്വേജും തമ്മിൽ ഇടത് ചേർന്ന് അല്ലെങ്കിൽ മിറർ റിലേഷൻഷിപ്പ് ആണെന്നാണ് റസലിന്റെ ഫിലോസഫി. അതെ, ലാംഗ്വേജ് കൺസ്ട്രക്ട്സ് റിയാലിറ്റി. അപ്പം റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് കോണ്ടെക്സ്റ്റ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് വാട്ട് ഈസ് റിയാലിറ്റി എന്ന് പറയുമ്പം നമുക്ക് റിയാലിറ്റിയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഹൗ ഡു യു നോ ദാറ്റ്, ലൈക്ക് ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം ടോക്കിംഗ് ടു യു? സംസാരിക്കുന്നു. അതെ, ഞാൻ സംസാരിക്കുന്നു. അപ്പൊ അവിടെ ഞാൻ എന്ന് പറയുന്നത് ഒരു വാക്കാണ്, സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആക്ഷൻ, വെർബാണ്. ഇപ്പൊ ചേർത്ത് എഴുതിയപ്പോ ഒരു സെന്റൻസ് ആയി. അപ്പൊ ദാറ്റ് ഈസ് സെന്റൻസ്. ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുന്നത് സെന്റൻസ്. ഇപ്പൊ ലാംഗ്വേജ് ആണ്. അപ്പൊ എവരിതിങ് യു ഡിസ്ക്രൈബ് ഇൻ ലാംഗ്വേജ് ത്രൂ വേർഡ്സ്. അപ്പൊ റിയാലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ലാംഗ്വേജ്. ലാംഗ്വേജ് ഇസ് ഇറ്റ് സെൽഫ് റിയാലിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഈ റിയാലിറ്റിയെ പഠിക്കാൻ ലാംഗ്വേജിനെ പഠിച്ചാൽ മതി എന്നാണ് റസൽ പറഞ്ഞ. അപ്പൊ നമ്മള് കേക്ക് മുറിക്കുന്ന പോലെ കീറി പോകാം എന്നാണ് ഒരു വ്യൂ. പക്ഷെ അങ്ങനെ മുറിക്കാൻ പറ്റൂല എന്നാണ് വില്യം വാൻ ഓൾമാൻ ക്വൈനെ പോലുള്ളവർ പറയുന്നത്. എന്നാ ഞാൻ പറയുന്നത് എനിക്ക് കീറി മുറിക്കാം, അറ്റ് ദ സെയിം ടൈം കീറി മുറിച്ച് കഴിഞ്ഞാൽ തിരിച്ചൊട്ടിക്കാനും പറ്റൂല എന്ന് ഞാൻ പറയുന്നത്. അതെ അതെ, ബേസിക്കലി ഞാൻ ഫിലോസഫർ ആയില്ലേ. അതെങ്ങനെ? ഞാനിപ്പോ എന്റെ ഒറിജിനൽ തോട്ട് വന്നില്ലേ? ഇല്ല, അത് ഇപ്പം മുമ്പ് ആരോ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, അത് ഭയങ്കര കഷ്ടപ്പെടാം. ഈ നമ്മള് വലിയ ചിന്തിച്ച് കൂട്ടി അവിടെ വന്നിട്ട് പറയുമ്പോ അത് പറ്റില്ല എങ്ങനെ പറഞ്ഞു. അതെ, അത്രേ ഉള്ളൂ. അത് ശരിക്കും നമ്മൾ ഫിലോസഫി സ്റ്റുഡൻസിന്റെ എല്ലാ ഒരു പ്രശ്നമാണ്. നമ്മൾ സത്യം പറഞ്ഞ പണ്ടം കാണ്ട് ജനിക്കണായിരുന്നു എളുപ്പം. കാരണം നമ്മളിത് പറയുന്നതെല്ലാം ഒറിജിനൽ തോട്ടായിരിക്കും. ഇതിപ്പോ നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. PhD ചെയ്യുമ്പോ ബ്രോ കഷ്ടപ്പെടുമല്ലോ. പിന്നെ വെള്ളം കുടിക്കും. കാരണം ആദ്യത്തെ 3-4 വർഷം ഇത് തന്നെയാണ് പരിപാടി. ലിറ്ററേച്ചർ റിവ്യൂ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പഠിക്കണം. എന്നാലും പബ്ലിഷ് ചെയ്ത് നോക്കിയാ പോരെ. പബ്ലിഷ് ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനെയല്ല, പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട്. അതെ ആദ്യത്തെ 3-4 വർഷം പബ്ലിഷ് ചെയ്ത സാധനങ്ങളെല്ലാം കുത്തിയിരുന്ന് വായിക്കില്ലാണ് പരിപാടി. അതൊരു ടാസ്കാണ്. അങ്ങനെ ഒരു രീതി ചിന്തിക്കാന്നുണ്ടെങ്കിൽ വളരെ പാടാണ്. പിന്നെ പാടാണ്. ഫിലോസഫർ എത്ര ഫിലോസഫറിനെ അറിയാം നമുക്ക്? ഫ്രണ്ടിരിക്കുന്ന ഒരാളുടെ ഫിലോസഫറിനാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെ, ഡോക്ടർമാർ, ഇപ്പൊ നമ്മുടെ ഡോക്ടർമാര് എത്ര പേരെ അറിയാം? എനിക്കാരെ അറിഞ്ഞൂടാ. ഡോക്ടർമാരെ അറിഞ്ഞൂടാ? ഫിലോസഫേഴ്സ് അല്ലല്ല, മെഡിക്കൽ ഫിസിഷ്യൻസ് കുറെ പേരറിയാം. എഞ്ചിനീയർമാരെ എത്ര പേരറിയാം? അത് ഇഷ്ടം പേരുള്ളൂ. കല്ലെടുത്ത് പറഞ്ഞാൽ തലയിൽ വീഴുന്നത് ഒരു എഞ്ചിനീയറിന്റെ തലയിലായിരിക്കും. മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ. പക്ഷെ ഫിലോസഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു സൊസൈറ്റിയിൽ ഒരാൾ മതി. തിരുവനന്തപുരത്ത് ഞാൻ മാത്രം മതി. ഓ അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം അപ്പൊ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. പിന്നെ 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 ആളുകൾക്കെല്ലാം പുച്ഛമാണ് നമ്മൾ എന്താണ് പരിപാടി ചെയ്യണത്. അത് ശരിയാണ്. പക്ഷെ ബ്രോ പുച്ഛം മാറ്റി കാണിച്ചല്ലോ. അതെ അതെ, അത് പക്ഷെ ഞാൻ പറയുന്നില്ല. പിന്നെ അല്ല ബ്രോ, പക്ഷെ PhD ഒക്കെ എടുത്തിട്ട് എന്താ പറയാ, ഇപ്പം ഫിലോസഫേഴ്സ് എന്ന ഒരു പുറത്തു വന്ന് എനിക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? അഡ്വൈസർ പോലെ. അത് ലോ പഠിക്കണമല്ലേ അഡ്വൈസർ ആണെങ്കിൽ കമ്പനി? ലീഗൽ അഡ്വൈസ് ലോ പഠിക്കണം. പിന്നെ വേറൊരു പരിപാടിയാണ് ഫിലോസോഫിക്കൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ 19 വർഷമായിട്ട് പ്രചരിക്കുന്ന അല്ലെങ്കിൽ നൂതനമായിട്ടുള്ളൊരു അവസരമാണ്. അത് നമ്മള് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പോലെ തന്നെ ഫിലോസോഫിക്കൽ കൗൺസിലിംഗ്.
അല്ല അതിപ്പോ നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്ന ക്രിറ്റിസിസം അല്ലേ? അല്ല അങ്ങനെയല്ല. നമ്മൾ ഒരാളെ കൗൺസിലിംഗ് സൈക്കോളജി ചെയ്യുന്ന പോലെ തന്നെ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ അവന്റെ തകരാറ് മനസ്സിനല്ല, പിന്നെ തലയ്ക്കാണ്. അല്ലെ, അതായത് ഫോർ എ പേഴ്സൺ സ്ട്രഗ്ലിംഗ് വിത്ത് ക്വസ്റ്റ്യൻസ് അബൌട്ട് റിയാലിറ്റി, so we help that person to overcome philosophical existential problems. അതെ. അപ്പം ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പൊ സൈക്കോളജിസ്റ്റ് എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾ ജീവിതത്തിന്റെ അർത്ഥം സ്വയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ട് മകനെ, ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ അർത്ഥം കാണും, ഇതേപോലെ എന്നൊക്കെ ആയിരിക്കും സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ മനസ്സിനെ അല്ല ക്യൂർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. സൈക്കോളജിസ്റ്റ് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോകണം, എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ആളുകളെ ഡിപ്രഷനിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും ഒക്കെ രക്ഷിക്കുന്ന ആളാണ്. നമ്മുടെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറും എന്ന രീതിയിലായിരിക്കും പറയുന്നത്. പ്രൊഡക്റ്റീവ് ഇൻ ദ സെൻസ് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇതൊക്കെ എന്തിനു ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു, ഫിലോസഫേഴ്സിനെ പറയാൻ പറ്റുള്ളൂ. അതെ, അങ്ങനെ ഒരു ലെവലിൽ ഹെൽപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ സൈക്കാട്രിക് ഹെൽപ്പ് വേണ്ട, സൈക്കോളജിക്കൽ ഹെൽപ്പും വേണ്ട. പക്ഷെ എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കേരളത്തിൽ വർക്ക്ഔട്ട് ആവുമോ എന്നാണ് എന്റെ ചോദ്യം. കേരളത്തില് ഉണ്ട്. എനിക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫിലോസോഫിക്കൽ കൗൺസിലിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലാണ്. കാര്യവട്ടം ക്യാമ്പസിലാണ്. PG ഡിപ്ലോമ ഇൻ ഫിലോസോഫിക്കൽ കൗൺസിലിംഗ്. ബ്രോയിന് ചെയ്യാൻ പറ്റും? എനി ഡിഗ്രി എടുത്തവർക്കും ചെയ്യാം. അതല്ല, ഇപ്പം PG കഴിഞ്ഞല്ലോ ബ്രോ, അപ്പൊ ഈ ബ്രോയിന് അങ്ങനെ കൗൺസിൽ ചെയ്യാൻ പറ്റും? കൗൺസിലിംഗ് ചെയ്യാൻ അതുപോലെ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷൻ, ഇന്ത്യയിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസി ഒന്നുമില്ല. ഇന്റർനാഷണലി ജർമ്മൻ ഫിലോസോഫിക്കൽ കൗൺസിലിംഗ് സൊസൈറ്റി ഉണ്ട്, പിന്നീട് അമേരിക്കൻ കൗൺസിലിംഗ് ഉണ്ട്. ഇന്ത്യയിലുണ്ടതായിട്ട് എനിക്ക് ഉറപ്പില്ല. സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അതൊക്കെയാണ് ബ്രോന്റെ ഈ വർഷത്തെ പരിപാടികൾ. അടുത്ത വർഷം ഫിലോസഫർ ആവാൻ പറ്റുമോ എന്നാണ് എന്റെ പ്രയത്നം. പക്ഷെ ആയിക്കഴിഞ്ഞാൽ നമ്മള് അടിച്ചു പൊളിക്കുന്നത്. അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ. ലേറ്റ് ആയി പോയി. 23 ബർത്ത്ഡേ, ഡിസംബർ 23. അതിവിടെ പറയേണ്ട ആവശ്യം ഇല്ല. എനിക്ക് ഈ സംഭവം ബർത്ത്ഡേ ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മൊത്തം തിരക്കായി പോയി. അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേ വിഷ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കുന്നവര് പറ്റുകയാണെങ്കിൽ ഫിലോസോഫിക്കൽ രീതിയിൽ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്കാം. പക്ഷെ ബർത്ത്ഡേ ശരിക്കും ഉണ്ടോ? അതെ, അതും വലിയൊരു ചിന്തയാണ്. അത് ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വലിയൊരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു, ന്യൂ ഇയർ ആഘോഷിക്കുന്നു. സെലിബ്രേഷൻ അല്ല, ഈ ഡേയ്സ്. ഐ വാസ് തിങ്കിങ് അബൌട്ട് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എ ഡേ ആൻഡ് എൻ ഇയർ. ഒരു ദിവസമാണോ ഇമ്പോർട്ടന്റ്, ഈ വർഷമാണോ ഇമ്പോർട്ടന്റ്? ദിവസം ഇമ്പോർട്ടന്റ് ആണ്. വർഷം എനിക്ക് തോന്നുന്നു ദിവസം ഇല്ലെങ്കിൽ എങ്ങനെ വർഷം ഉണ്ടാവും? അതെ, അതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ സ്റ്റേറ്റസ് കണ്ടായിരുന്നു ഷൈനകത്തിന്റെ. ഇതൊക്കെ മനുഷ്യന്മാര് കണ്ടുപിടിച്ചതല്ലേ, ഇതില്ലായിരുന്നു ഇങ്ങനെ നമ്മളൊക്കെ പ്രായം എങ്ങനെയാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചിന്തിക്കുമ്പോ ഈ മദേഴ്സ് ഡേക്ക് മാത്രം അമ്മ ഉമ്മ വെച്ചാൽ മതിയാ? അല്ല, അത് പറ്റൂല. അപ്പൊ അതുപോലെയാണ് നമ്മൾ. ഹോൾ ഇയർ ഈസ് മോർ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ബർത്ത്ഡേക്ക് മാത്രം വന്ന് കേക്ക് മുറിക്കുന്ന സുഹൃത്തുക്കളെ എനിക്ക് ആവശ്യമില്ല. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഡയബറ്റിക്. അപ്പൊ എല്ലാ ദിവസവും കേക്ക് മുറിക്കണതല്ല ഞാൻ പറഞ്ഞു. അപ്പം there should be active involvement and our priorities and our preferences matters. The whole year is more important than a day. In terms of our നേരത്തെ പറഞ്ഞ resolutions ആണെങ്കിലും, in terms of our ambitions. അപ്പോൾ അതെല്ലാം നമ്മുടെ വാല്യൂസ് എല്ലാം
ഒരു ഡേയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ആൻഡ് ഇൻഫാക്ട് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഈച്ച് ആൻഡ് എവറി അവർ ഈസ് വാല്യുബിൾ ഇൻ ദാറ്റ് സെൻസ്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ മണിക്കൂറുകൾ കൂടി ചേർന്നാണ് ഒരു ഡേ ഉണ്ടാവുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം മൊത്തം വേസ്റ്റ് ആക്കുവാൻ നമ്മൾ താല്പര്യപ്പെടൂല. പക്ഷെ ഒരു 15 സെക്കൻഡ് നമ്മൾ വേസ്റ്റ് ആക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കും, അല്ലെങ്കിൽ യൂട്യൂബ് തുറക്കും. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും 1.5 മണിക്കൂർ സമയം പോയല്ലേ എന്ന് തോന്നുക. ബ്രോ അത് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ? എനിവേ ബ്രോ, നല്ലൊരു എന്താ പറയുക, ഒരു അഡ്വൈസിലാണ് ബ്രോ നിർത്തിയത്. ഒരു സർപ്രൈസിങ് ആണ് കാര്യം. ബ്രോ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു അഡ്വൈസും കൂടെ തന്നു. പുതിയ വർഷം എല്ലാവരും ഓരോരോ അവരോരോ മണിക്കൂറും ഓരോ മിനിറ്റും യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാനാണ് ഡാനി ഉദ്ദേശിച്ചത്. അതെ അതെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ബ്രോൻ്റെ വാല്യുബിൾ ടൈം നമുക്ക് വേണ്ടി നമ്മുടെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് തന്നേനെ. 1 മണിക്കൂർ എടുത്ത് ബ്രോ സംസാരിച്ചു. പക്ഷെ ഇത് കട്ട് ചെയ്ത് തരുമ്പോൾ കുറയും കേട്ടോ. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി ചോദിക്കരുത്. കാര്യം കുറേ നേരം നമ്മൾ വെറുതെ ഇരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാം. പിന്നെ യെസ്, അത്ര തന്നെ ഉള്ളു ഗൈസ്. അപ്പോൾ എൻ്റെ പേര് എബി, ഡാനി. യെസ്, ഫിലോസഫർ ഡാനി. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ഇനി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.